ഹായ് എവരിവൺ, ഞാൻ സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇതാ നമ്മുടെ നീറ്റിൻ്റെ മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, മോഡൽ എക്സാം സമയത്ത് എങ്ങനെയാണ് ചേച്ചി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിരുന്നത് എന്നുള്ളത്. അതും മെയിൻലി ഫിസിക്സ് ആണ് കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ മോഡൽ എക്സാം സമയത്ത് ഫിസിക്സ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് 4 months ഫിസിക്സ് എങ്ങനെയൊന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ മോഡൽ എക്സാമിൻ്റെ സമയത്ത് നമുക്കറിയാം ഒരു 3-4 ദിവസം ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്ത് ഒരു 10-12 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ടാവും. അതിൽ തന്നെ ബയോളജിയും കെമിസ്ട്രിയും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഫിസിക്കൽ കെമിസ്ട്രി ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. എന്നാലും അത് നമ്മൾ ടെക്സ്റ്റ് വായിച്ചു പോകുന്നതായതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മൾ ടെക്സ്റ്റ് വായിക്കണം ബയോളജിക്ക്. അപ്പോൾ നമ്മൾ മോഡൽ എക്സാം സമയത്തും നമ്മൾ എന്തായാലും ടെക്സ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുണ്ട്, അത്യാവശ്യം നമുക്കത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഫിസിക്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ 5-6 മാസം മുന്നേ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ പ്രോപ്പറായിട്ടൊന്നും റിവിഷൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ 10 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു തീർക്കണം എന്ന് പറയുമ്പം നമുക്ക് ഫിസിക്സിലെ ഈ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കാൻ കുറച്ച് സമയം കിട്ടുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് തന്നെയാണ്. ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾക്കാണ് അത് മനസ്സിലാവുള്ളൂ, അതായത് എന്തോരം പ്രഷർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫിസിക്സിന് നിങ്ങളൊരു ഇക്വേഷൻ ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് നോട്ടോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇക്വേഷൻ ബുക്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കേണ്ടതാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഇപ്പോൾ ഒരു ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ റൊട്ടേഷണൽ മോഷൻ, അത് ഭയങ്കര കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം ആ ചാപ്റ്ററിനുള്ള മെയിൻ കൺസെപ്റ്റ്സും മെയിൻ ഈക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആദ്യം ആ ഒരു തിയറി ഒന്ന് വായിച്ചു പോവാം. ഒരു അരമണിക്കൂറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന് സ്പീഡിൽ വായിച്ചു പോവാം. ഇനി നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഇതെൻ്റെ ഞാൻ പഠിച്ചൊരു രീതിയാണ്. ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ആ വഴിയിലൊരു ശരിയായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് എന്നിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു 150 ക്വസ്റ്റ്യൻസ് ഒക്കെ മിനിമം ഒരു ചാപ്റ്ററിന് മോഡൽ എക്സാമിൻ്റെ സമയത്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും സ്പീഡിൽ എത്തണം. ഇനി നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്നത് എത്രയാണോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല തലയൊക്കെ വേദനിക്കും. കാരണം കുറേ കാലമായിട്ട് പഠിക്കാത്തൊരു ചാപ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം നമ്മളിങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് അപ്പോഴാണ് ഓർമ്മ വരാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ലാഗ് ആവുമെങ്കിൽ കൂടെ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഭാഗത്തിൻ്റെ തിയറി പാർട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്ച്വൽ കാര്യങ്ങളൊക്കെ എഗെയിൻ നിങ്ങൾ പോയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക, നോട്ട് നോക്കിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ചാപ്റ്റർ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യാൻ വേണ്ടി നോക്കുക. പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് അത്ര സമയമാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാനായിരിക്കും സമയം കിട്ടുള്ളൂ. ഇനി ഇത് നിങ്ങളുടെ കാലിബറിനനുസരിച്ചിരിക്കും, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ ആക്യുറസി, അതിനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ രീതിക്ക് ഈ ഒരു സ്റ്റഡി ടൈം നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഡിസൈൻ ചെയ്യാൻ നോക്കുക. പിന്നെ സ്ട്രെസ്സൊക്കെ മാക്സിമം കുറയ്ക്കുക. ഫിസിക്സിൽ പിന്നെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഇനിയുള്ളൊരു 4 months. അതുപോലെ തന്നെ ഈക്വേഷൻസും എന്നും വായിച്ച് നോക്കുകയാണെങ്കിൽ, ഡെയിലി ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. കാരണം ഒരുപാട് ഇക്വേഷൻസ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകരുത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് നീറ്റിന് ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോസിലായിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഫിസിക്സിന് ഒരു ക്വസ്റ്റ്യനാണ് തെറ്റിയത്. അത് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ ഡയമെൻഷൻ കാണാനുള്ളതായിരുന്നു. ഞാൻ എൻ്റെ ആ ഫിസിക്സിൻ്റെ പേപ്പറിലുള്ള ബാക്കി എല്ലാ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ ചാപ്റ്ററിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ പഠിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഡയമെൻഷൻസ് കാണുക എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ചിലപ്പോൾ ഈസി ആയിട്ടുള്ള സാധനമായിരിക്കും നമുക്ക് തെറ്റിപ്പോവുക. അപ്പോൾ ഈ ഇക്വേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രിക്സ്, ഓരോ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, സമയം കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ളതാക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ.